ഹായ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് കോഗ്നിറ്റീവ് സ്റ്റൈൽ വരെയാണ്. അപ്പം ഇന്ന് എടുക്കാൻ പോകുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു പുതിയ ഒറിജിനൽ ആയിട്ടുള്ള യൂസ്ഫുൾ ഐഡിയ സൊല്യൂഷനിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു എബിലിറ്റിനെയാണ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ ഒറിജിനാലിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഫ്ലുവൻസി, ക്യൂരിയോസിറ്റി. അടുത്തതാണ് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി. വാളസ് മോഡൽ എന്ന് ഇതിനെ പറയും. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റേജാണ് പ്രിപ്പറേഷൻ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്തുകൊണ്ട് എന്താണ് ആ ഒരു പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജ് ഇൻക്യുബേഷൻ സ്റ്റേജാണ്. ഇത് ഒരു ബ്രേക്ക് എടുത്തിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ അതിനെന്താന്നുള്ളത് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി. നമ്മുടെ മൈൻഡ് അവിടെ ഇങ്ങനെ സബ് കോൺഷ്യസ്ലി അതിനെ പറ്റിയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇൻക്യുബേഷൻ സ്റ്റേജ്. പിന്നെ ഇല്ലുമിനേഷൻ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജ് ലൈക്ക് യുറേക്ക, ഒരു ആഹാ മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. സഡൻ ഇൻസൈറ്റ് ആണ്. അടുത്ത ഫോർത്ത് സ്റ്റേജാണ് വെരിഫിക്കേഷൻ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ ടെസ്റ്റിംഗ് ആൻഡ് റിഫൈനിങ് ദ ഐഡിയ, ആ ഒരു ഐഡിയയെ ടെസ്റ്റിംഗ് റിഫൈനിങ്ങും ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി. അടുത്തതാണ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ ബെസ്റ്റ് ഓപ്ഷൻ എമംഗ് ആൾട്ടർനേറ്റീവ്സ്. ഒരുപാട് ഓപ്ഷൻസിൽ നിന്ന് ബെസ്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന ഒന്നിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൽ 5 സ്റ്റേജസ് ഉള്ളത്. ആദ്യത്തെ സ്റ്റേജ് പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തത് പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ലിസ്റ്റ് ചെയ്യുന്നു. മൂന്നാമത്തത് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, ഓരോ ഓപ്ഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. നാലാമത്തത് ബെസ്റ്റ് ഓപ്ഷൻ ഏതാണോ അത് ചൂസ് ചെയ്യുന്നു. ഫിഫ്ത്ത് വണ്ണാണ് എന്താണ് ആ ഒരു ഔട്ട്കം എന്നുള്ളത് റിവ്യൂ ചെയ്യുന്നു. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു പുതിയൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പം ഏതൊക്കെ കോളേജിനെ പറ്റിയിട്ട് ഏത് കോളേജാണ് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് ചൂസ് ചെയ്യുന്നത് ഒരു എക്സാമ്പിളാണ്. ഒരുപാട് ഓപ്ഷൻസ് മുന്നിലുണ്ടാവും, അപ്പം ഒരുപാട് കോഴ്സുകൾ മുന്നിലുണ്ടാവും. ഇതിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് ഇതിനൊരു എക്സാമ്പിൾ. അടുത്തതാണ് ഹ്യൂറിസ്റ്റിക്സ്. ഡിസിഷൻ മേക്കിലുള്ള ഹ്യൂറിസ്റ്റിക്സ്. ഫസ്റ്റ് വണ്ണാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ്. അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഷോർട്ട് കട്ടാണ്. ഇവിടെ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് നമുക്ക് ഇൻഫോർമേഷൻ ഈസിലി റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷനെയാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് റെപ്രസെൻറ്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സ്. റെപ്രസെൻറ്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഷോർട്ട് കട്ട് തന്നെയാണ്. ഇവിടെ ഡിസിഷൻസ് എടുക്കുന്നത് എത്ര സിമിലർ ആണോ ആ ഒരു കാര്യം അതനുസരിച്ചിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്നത്, ആളുടെ അപ്പിയറൻസും ഒക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്നത്. അടുത്തത് തിങ്കിങ്ങിൽ 2 തിങ്കിങ് വരുന്നുണ്ട്. കൺവേർജൻറ്റ് തിങ്കിങ് ഉണ്ട്, ഡൈവേർജൻറ്റ് തിങ്കിങ് ഉണ്ട്. കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഒറ്റ ആൻസറിലേക്ക് വരുന്നതിന് കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നു. ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റ്സ് മൾട്ടിപ്പിൾ പോസിബിൾ സൊല്യൂഷൻസ്. ആ ഒരു തിങ്കിങ് വഴി ഒരുപാട് പോസിബിൾ സൊല്യൂഷൻസിലേക്ക് എത്തുന്നതിന് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നു. കൺവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ മാത്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, പിന്നെ MCQക്ക് ആൻസർ ചെയ്യുന്നതൊക്കെ കൺവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഒരു കറക്റ്റ് സൊല്യൂഷനിലേക്കായിരിക്കും എത്തുക. ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ പോസിബിൾ സൊല്യൂഷൻസിലേക്ക് എത്തുകയാണ്. ഇത് ക്രിയേറ്റീവാണ്, ഓപ്പൺ എൻഡഡ് ആണ്. ഇവിടെ എക്സാമ്പിളായിട്ട് ഒരു സ്റ്റോറി എഴുതുന്നതൊക്കെ ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോഗ്നിറ്റീവ് പ്രോസസ്സ്. ഇതോട് കൂടിയിട്ട് ഈ ഒരു മൊഡ്യൂൾ ഫിനിഷായി.